ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2021 ഒരു ചൈനീസ് അഡ്വഞ്ചർ ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ക്ലൗഡ് മൗണ്ടൻസ് എന്ന് പറഞ്ഞിട്ട്. ഓരോ നിമിഷവും നമ്മളെ ടെൻഷൻ അടിപ്പിച്ച് ഈ ഒരു മൂവി തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യം മുതൽ അവസാനം വരെയും ആ ഒരു ടെൻഷനിൽ തന്നെയായിരിക്കും നമ്മൾ ഈ ഒരു മൂവി കണ്ടു തീർക്കുന്നത്. അതുപോലെയുള്ളൊരു മൂവി. ഓക്കെ, ഇതിലും കൂടുതലും ഞാൻ വേറെ ഒന്നും പറയുന്നില്ല. എന്താണെന്ന് നിങ്ങൾ തന്നെ കണ്ടു മനസ്സിലാക്കുക. അപ്പോൾ സ്റ്റോറിയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതേപോലെ തന്നെ അടുത്തുള്ള ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ കറക്റ്റ് സമയത്ത് തന്നെ നിങ്ങൾക്ക് കിട്ടും. ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു മൂവിയുടെ തുടക്കത്തിൽ ചൈനയിലെ വലിയ രണ്ട് മലകളാണ് കാണിക്കുന്നത്. അത്രയും വലിയ രണ്ട് കൂറ്റൻ മലകൾ കാണിക്കുമ്പോൾ അതിന് നടുവിലായിട്ട് ചൈനീസ് ഗവൺമെന്റ് കോൺക്രീറ്റ് കൊണ്ട് വലിയൊരു പാലം പണിയുന്നുണ്ട്. അതുപോലെ ഈ ഒരു പാലം പണിയാനായിട്ട് 1000 കോടി രൂപ ചിലവായിട്ടുണ്ട്. ഏകദേശം ഒരു 10 വർഷം എടുത്തിട്ടാണ് ഇതുവരെയും പണി പൂർത്തിയാക്കിയിട്ടുള്ളത്. ഇനിയും പണി തീർന്നിട്ടില്ല. കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു പാലത്തിന് മുകളിലൂടെ ഒരു വണ്ടി ഇങ്ങനെ പോകുന്നു. അതിലാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോ ഉള്ളത്. അതുപോലെ ഈ ഒരു മലയുടെ മറ്റൊരു ഭാഗം തുറന്നിട്ടാണ് ഒരു ട്രെയിൻ പോകാനായിട്ടുള്ള പാലവും ഇവർ പണിയാൻ പോകുന്നത്. അതുപോലെ നമ്മുടെ ഹീറോയുടെ ഗേൾ ഫ്രണ്ട് ഹീറോയിൻ, അവൾ ഈ ഒരു ആർക്കിയോളജിസ്റ്റ് ഡിപ്പാർട്ട്മെന്റില് ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അതിലാണ് വർക്ക് ചെയ്യുന്നത്. ഈ മലയിൽ തുരങ്കുണ്ടാക്കുമ്പോഴത്തേക്കും ഡ്രില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫോർകാസ്റ്റിംഗ് അത് എന്താണെന്ന് അറിയാൻ വേണ്ടി അവളോട് ചോദിക്കണം. അങ്ങനെ ഇവർ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഈ മലയുടെ വശങ്ങളിൽ നിന്നും പക്ഷികളെല്ലാം ഒരുപാട് വിചിത്രമായിട്ട് ഇങ്ങനെ പറന്നു പോകുന്നുണ്ട്. ഇത് കാണുമ്പോൾ എന്തോ ശരിയല്ല എന്നുള്ള രീതിയിൽ ഇവർക്ക് തോന്നുന്നുണ്ട്. എന്നിരുന്നാലും ഇവർ ഉള്ളിലേക്ക് പോകുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയെ ഇപ്പോൾ അവന്റെ അച്ഛൻ ഇങ്ങനെ വിളിക്കാണ്. പക്ഷെ ആ ഒരു കോൾ നമ്മുടെ ഹീറോ എടുക്കുന്നില്ല. അതുപോലെ ഹീറോയുടെ അച്ഛൻ ഹീറോയെ കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു നാട്ടിലേക്ക് വരുന്നതാണ്. പക്ഷേ ഹീറോയുടെ അച്ഛൻ ഒരിക്കലും അവനെ കാണാൻ വേണ്ടിയിട്ടില്ല ഇവിടേക്ക് വരുന്നത്. അവൻ ജോലി കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടി സൂപ്പർവൈസർ നോക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. ഓക്കെ, എന്തായാലും തന്റെ അച്ഛനോട് പിന്നീട് സംസാരിക്കാമെന്നും പറഞ്ഞ് ഇവർ രണ്ടുപേരും ഈ ടണലിന്റെ അവസാന ഭാഗത്തേക്ക് വരികയാണ്. അവിടെ ഡ്രില്ലിംഗ് ടീമുണ്ട്. അവരിപ്പോ ഹീറോയോട് ചോദിക്കും, അല്ല ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് ചോദിക്കുമ്പോൾ ഇനി ഫോർകാസ്റ്റ് ആണ് ചെയ്യാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ ആ ഒരു ഡ്രിൽ മാസ്റ്റർ വെട്ടുന്ന ഹീറോയെ നോക്കിയിട്ട് പറയും, ഫോർകാസ്റ്റ് ചെയ്ത് വെറുതെ നമ്മുടെ സമയം മാത്രം പാഴായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിൽ അയാൾ പറയുമ്പോഴത്തേക്കും ഇവിടെ ഡ്രില്ലിംഗ് ടീമാണെങ്കിലോ പലയിടങ്ങളിലായിട്ട് ഈ ഒരു ഹോളെല്ലാം ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ചെറിയ ചെറിയ ബോംബുകളെല്ലാം വെച്ച് അതിങ്ങനെ തകർത്താണ് ഈ ഒരു തുരങ്കം വലുതായിക്കൊണ്ടിങ്ങനെ പോകുന്നത്. അതുപോലെ ആ ഒരു സമയത്ത് കുറെ പാറകൾ താഴേക്ക് വീണിട്ട് നല്ലൊരു ഇമ്പാക്റ്റ് ആണ് അവിടെ ഉണ്ടാവുന്നത്. അത് കഴിഞ്ഞ് ഏതൊക്കെ പാറകളാണ് തകരാതെ ഇരിക്കുന്നത് എന്നറിയാൻ വേണ്ടി ഇവർ കുറച്ച് ഉള്ളിലേക്ക് പോയി നോക്കും. അങ്ങനെ എല്ലാവരും ഉള്ളിലേക്ക് പോകുന്ന ആ ഒരു സമയത്ത് ചുറ്റിനുള്ള പാറകളിൽ നിന്നും ചെറിയ ചെറിയ വിള്ളലൊക്കെ വീണിട്ട് പെട്ടെന്ന് അതിനകത്ത് നിന്നും വെള്ളം നല്ല ഫോഴ്സിൽ വെളിയിലേക്ക് വരികയാണ്. അതുപോലെ ആ ഒരു വെള്ളത്തിന്റെ ഫോഴ്സിൽ നിൽക്കുന്നവരെല്ലാം തെറിച്ചു പോകുന്നുണ്ട്. അപ്പൊ എല്ലാവരോടും പറയണം എല്ലാവരും വെളിയിലേക്ക് ഓടിപ്പോകാനായിട്ട് പറയുമ്പോൾ ഇത് കേട്ട് എല്ലാവരും വെളിയിലേക്ക് ഓടുന്നു. ആ ഒരു സമയത്ത് തന്നെ വെള്ളം നല്ലതുപോലെ ഈ ഒരു തുരങ്കത്തിനുള്ളിലാവുന്നുണ്ട്. അതേസമയം ഇതിനകത്ത് വെള്ളം നിറയുന്നത് കൊണ്ട് തന്നെ ഇവിടെയുള്ള ആ ഒരു വൈദ്യുതി കണക്ഷൻ ഉണ്ടല്ലോ, അതിന്റെ പവർ പെട്ടെന്ന് തന്നെ ആ ഒരു ഡ്രിൽ മാസ്റ്റർ ചെന്ന് ഓഫ് ചെയ്യുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലാവരും കറണ്ട് അടിച്ച് മരിക്കും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇതിനകത്തുള്ള വെള്ളം എല്ലാം വെളിയിലേക്ക് കളയാൻ വേണ്ടി 1-2 പമ്പുകൾ വെച്ചിട്ട് പൈപ്പ് വഴി അതിങ്ങനെ അടിച്ച് വെളിയിലേക്ക് കളയുന്നുണ്ട്. പക്ഷെ ഇതിനകത്തുള്ള ആ ഒരു വെള്ളത്തിന്റെ അളവ് കൂടുന്നതല്ലാതെ കുറയുന്നില്ല. ഈ ഒരു പമ്പ് സെറ്റ് കൊണ്ട് എന്തായാലും അത് അധികമായിട്ട് നടക്കത്തില്ല എന്ന് ഇവർക്ക് മനസ്സിലായി. അപ്പോഴാണ് ഇവര് കാര്യം മനസ്സിലാക്കുന്നത്. 2 ദിവസങ്ങൾക്ക് മുന്നേ ഈ ഒരു മലയിലെ ഒരു പ്രത്യേക ഹോള് കണ്ടതായിട്ട് ഇവർക്ക് ഓർമ്മയുണ്ട്. അപ്പൊ അത് തുറന്നു വിട്ടു കഴിഞ്ഞാൽ ഈ ഒരു വെള്ളം അതിലൂടെ വെളിയിലേക്ക് പോയിട്ട് വെള്ളമെല്ലാം തീരും എന്നുള്ള രീതിയിൽ നമ്മുടെ ഹീറോ ഇപ്പോൾ വെള്ളത്തിലേക്ക് ഇറങ്ങാണ്. അങ്ങനെ ഒരു ഡിക്റ്റേറ്റർ വെച്ച് ആ ഒരു വലിയ ഹോള് കണ്ടുപിടിച്ചിട്ട് നോക്കുമ്പോഴത്തേക്കും അത് പാറയെല്ലാം കൊണ്ട് അടഞ്ഞു കിടക്കാണ്. അങ്ങനെ ഹീറോ എന്താ ചെയ്യുന്ന വെച്ചാൽ അവിടെ ഒരു ഹോള് വിട്ട് അത് കഴിഞ്ഞ് അതിലേക്ക് ഒരു ചെറിയ ബോംബും വെച്ച് തിരിയും കത്തിച്ചിട്ട് അവിടെ നിന്ന് ഓടുന്നതും പെട്ടെന്ന് അത് കത്തിപ്പിടിച്ച് ആ ഒരു സ്ഥലം പൊട്ടിത്തെറിക്കുന്നതും ഇപ്പോൾ ഇതിനകത്തുള്ള വെള്ളമെല്ലാം ആ ഒരു ഹോള് വഴിയെ വെളിയിലേക്ക് പോകുന്നു. എന്തായാലും അവിടെ ജോലി ചെയ്ത ആർക്കും ഒരു കുഴപ്പമില്ല, എല്ലാവരും സേഫാണ്. അതേസമയം ചൈനയുടെ മറ്റൊരു ഭാഗത്ത് ഈ ഒരു കാര്യങ്ങളെല്ലാം ന്യൂസിലൂടെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കണ്ട ഒരാള് ബസ്സിൽ അവിടേക്ക് വന്ന് ഇറങ്ങുന്നു. അത് കഴിഞ്ഞ് ഒരു ഷോപ്പിലേക്ക് ചെന്നൊരു ചെടി വാങ്ങുന്നുണ്ട്. അപ്പോഴേക്കും അവിടെ എല്ലാ ലേഡി ചോദിക്കും, അല്ല ക്യാഷ് എങ്ങനെയാണ്, കാർഡാണോ അതോ ഫോൺ വഴിയാണോ എന്നെല്ലാം ചോദിക്കുമ്പോൾ ഒരു കുന്തവും ചെയ്യാൻ പോകുന്നില്ല, എന്റെ കയ്യിൽ കാശുണ്ട്, അത് ഞാനങ്ങ് തരാന്ന് പറഞ്ഞ് കുറച്ച് ദേഷ്യത്തിൽ തന്നെ ആ ഒരു പണം എടുത്ത് കൊടുത്ത് ചെടിയും വാങ്ങിയിട്ട് പോകുമ്പോഴത്തേക്കാണ് ഇതാണ് നമ്മുടെ ഹീറോയുടെ അച്ഛൻ കുറച്ച് ദേഷ്യക്കാരനാണ്. അങ്ങനെ അത് കഴിഞ്ഞൊരു ബസ് പിടിച്ച് ഹീറോ ഉള്ള ആ ഒരു നാട്ടിലേക്ക് അവന്റെ അച്ഛനിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അതേസമയം തന്നെ നമ്മുടെ ഹീറോ ജോലി ചെയ്യുന്ന ആ ഒരു വലിയ മലയുണ്ടല്ലോ, അതിന്റെ മറ്റൊരു പകുതിയിൽ ഈ പാറകളെല്ലാം സൈഡിൽ നിന്നും ഇളകി വീഴുന്നുണ്ട്. പക്ഷെ ആ ഒരു കാര്യം ഇവരാരും ശ്രദ്ധിക്കുന്നില്ല, അത് മറ്റൊരു വശം ആയതുകൊണ്ട്. അതേസമയം ഇവിടെ നമ്മുടെ ഹീറോയിനെ ആ ഒരു ഫോർകാസ്റ്റിംഗിന്റെ മാനേജർ വന്നിട്ട്, അല്ല നീ എന്താ ഈ ഫോർകാസ്റ്റ് ചെയ്തേ, ഈ പാറയ്ക്കുള്ളിൽ വെള്ളം ഉണ്ടെന്നുള്ള കാര്യം നീ കണ്ടില്ലേ എന്നെല്ലാം ചോദിച്ചിട്ട് ഹീറോയിനെ വഴക്ക് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ എന്റെ ഇടയിൽ വന്ന് അവളെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ സംസാരിക്കുകയാണ്. ആ ഒരു സംസാരത്തിൽ രണ്ടുപേരും വഴക്കുണ്ടാക്കി ആടി കൂടുന്ന ആ ഒരു അവസ്ഥയിൽ വരെ എത്തി. അപ്പോഴേക്കും ആളുകളെല്ലാം വന്ന് പിടിച്ചു മാറ്റുന്നതും അത് കഴിഞ്ഞിട്ട് ഈ പാല നിർമ്മാണത്തിന്റെ മെയിൻ ഓഫീസറായിട്ടുള്ള ഒരു സ്ത്രീയുണ്ട്, അവരിപ്പോ അവിടേക്ക് കാറിൽ വന്ന് ഇറങ്ങാണ്. ആ ഒരു സമയത്ത് നമ്മുടെ ഹീറോ പറയും, ഇവിടെ കുറച്ചുകൂടി കഴിഞ്ഞാൽ ഭൂചലനം ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ, അല്ല ഇത് വെച്ചിട്ടാ നീ അങ്ങനെ പറയുന്നത്, ഓക്കെ കുറച്ച് കഴിഞ്ഞ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറഞ്ഞുതരാം
എന്നും പറഞ്ഞ് ഹീറോ അവിടെ നിന്ന് പോകുന്നതും ഇപ്പൊ ആ ഒരു ഓഫീസറാണെങ്കിലും അവിടെയുള്ള സൂപ്പർവൈസറിനെ വിളിച്ചിട്ട് ശരി ഇപ്പൊ കുറച്ചു നേരത്തേക്ക് ഇവിടെയുള്ള ജോലിയൊന്ന് നിർത്തി വെച്ചേക്ക്, ഞാൻ പറയുമ്പോൾ തുടങ്ങിയാൽ മതി എന്നും പറഞ്ഞ് അവരവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. അതേസമയം നമ്മുടെ ഹീറോ ആണെങ്കിലും നേരെ വീട്ടിലേക്ക് ചെന്ന് ഒരു ബാഗിൽ അത്യാവശ്യം ഡിവൈസും കാര്യങ്ങളും വെള്ളം ഇതെല്ലാം എടുത്തിട്ട് ഒരു അഡ്വഞ്ചറിന് പോകുന്നത് പോലെ തന്റെ കാറും എടുത്ത് അവിടെയുള്ള ആ ഒരു മലയുടെ മുകളിലേക്ക് ഇങ്ങനെ പോവാണ്. അങ്ങനെ മലയുടെ മുകളിലേക്ക് ചെന്നതിന് ശേഷം അവിടെ ആ ഒരു കയറ് കെട്ടി പതിയെ മലയുടെ സൈഡിലേക്ക് ഇങ്ങനെ ഇറങ്ങുന്നു. അങ്ങനെ ഹീറോ ആ ഒരു മലയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇവിടെ നമ്മുടെ ഹീറോയിൻ അവളുടെ കാറും എടുത്ത് നേരെ ഹീറോയുടെ അച്ഛനെ വിളിക്കാൻ വേണ്ടി സിറ്റിയിലേക്ക് പോവാണ്. അതേസമയം ഹീറോയെ കാണിക്കുമ്പോൾ ഹീറോ ഇപ്പോൾ ഈ ഒരു മലയിൽ ഒരു സെൻസർ വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് ഇങ്ങനെ പരിശോധിക്കുമ്പോഴത്തേക്കാണ് അതിന്റെ ബാറ്ററി തീർന്നു. അതുകൊണ്ടാണ് ഇവർക്ക് സിഗ്നൽ ഒന്നും കിട്ടാഞ്ഞത്. അതുകൊണ്ട് ആ ഒരു സെൻസറിന്റെ ബാറ്ററി അങ്ങനെ മാറ്റി വെക്കുന്നതും ഇവിടെ ഹീറോയുടെ റൂമിലുള്ള ആ ഒരു കമ്പ്യൂട്ടറിൽ ഡേറ്റാസ് എല്ലാം വരാൻ തുടങ്ങി. അതേസമയം ഇവിടെ ഹീറോയുടെ അച്ഛനാണെങ്കിലോ നേരെ അവർ ഇറങ്ങേണ്ട ആ ഒരു സ്റ്റോപ്പിലേക്ക് വന്നു. അങ്ങനെ ബസ്സിൽ നിന്ന് ഇറങ്ങി തന്റെ ബാഗെല്ലാം ബസ്സിനടിയിൽ നിന്ന് ഇങ്ങനെ എടുക്കുന്ന സമയത്താണ് ആ ഒരു ഭാഗത്ത് ഒരു ചെറിയ പയ്യൻ ഒളിച്ചിരിക്കുന്നു. ഇത് കണ്ട് ഡ്രൈവറിനോട് പറയാനായിട്ട് വരും, ഹേയ് ബസ്സിനടിയിൽ ഒരു ചെറിയ പയ്യൻ ഒളിച്ചിരിക്കുന്നു എന്ന് പറയാനായിട്ട് വരുമ്പോൾ അതിന് മുന്നേ തന്നെ നമ്മുടെ ഹീറോയിൻ അവിടേക്ക് വരികയാണ്. അങ്ങനെ ഹീറോയുടെ അച്ഛനെ കാണുന്നതും നിങ്ങളല്ലേ യൂസ് ചെയ്യാൻ്റെ അച്ഛൻ, ഞാൻ അവന്റെ ഗേൾഫ്രണ്ട് ആണെന്ന് ഇങ്ങനെ പറയുമ്പോൾ ഷെടാ തന്റെ മോന് താൻ അറിയാതെ ഒരു ഗേൾഫ്രണ്ടോ, ശരി എന്തായാലും അവൻ പ്രേമിച്ചു പോയില്ലേ. ആ ഒരു ചെടി കൊടുക്കാനായിട്ട് വരുമ്പോഴത്തേക്കാണ് രണ്ടുപേരും നിന്ന് ഡാൻസ് കളിക്കുന്നത് പോലെ വേറെ ഒന്നുമല്ല കാണിക്കുമ്പോൾ ഇവിടെ ഇപ്പൊ ഈ ഒരു ഭൂചലനം സംഭവിക്കുകയാണ്. അങ്ങനെ വലിയ രീതിയിൽ ആ ഒരു ഭൂമി കുലുക്കം സംഭവിക്കുന്നതും ഇവർ നിൽക്കുന്ന ആ ഒരു ചെറിയ നഗരത്തിന്റെ മധ്യഭാഗം ഉണ്ടല്ലോ അത് മുഴുവനായിട്ട് തകർന്നങ്ങ് പോവാണ്. വലിയൊരു കുഴി ഉണ്ടാവുന്നുണ്ട്. അതുമല്ല നമ്മുടെ അപ്പൂപ്പൻ വന്ന ആ ഒരു ബസ് ഉണ്ടല്ലോ അത് മുഴുവനായിട്ടും ഈ ഒരു കുഴിക്കുള്ളിലേക്കും പോകുന്നു. അതേസമയം ഇവിടെ നമ്മുടെ ഹീറോ ആ ഒരു മലയിൽ കയറെല്ലാം കെട്ടിവെച്ചേക്കായിരുന്നല്ലോ അതെല്ലാം ഇപ്പോൾ അഴിഞ്ഞിട്ട് പെട്ടെന്ന് പിടിവിട്ട് ഹീറോ ആ ഒരു കയറിൽ കിടന്നിങ്ങനെ ചുറ്റാണ്. എന്ത് ചെയ്യണമെന്നറിയത്തില്ല. അതേസമയം നഗരത്തിലാണെങ്കിലോ ട്രാക്കിലൂടെ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിന്റെ നിയന്ത്രണം വിട്ട് അടുത്തുള്ള ഷോപ്പിലേക്കെല്ലാം ഇടിച്ച് കയറി മൊത്തത്തിൽ നാശം ഉണ്ടാവുകയാണ്. ഈ കാറുകളെല്ലാം ആ ഒരു കുഴിയിലേക്ക് വന്ന് വീഴുന്നു. ഒരു സെക്കൻഡ് കൊണ്ട് എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും മനസ്സിലാവാത്ത രീതിയിൽ പല കാര്യങ്ങളും അവിടെ സംഭവിക്കുന്നുണ്ട്. അതേസമയം ഇവിടെ നമ്മുടെ ഹീറോ തൂങ്ങിക്കിടക്കല്ലേ ആ ഒരു സമയത്ത് ഒരു കല്ലിലേക്ക് ചവിട്ടി അവിടെ ഇങ്ങനെ പിടിച്ചു നിൽക്കാണ്. ആ ഒരു സമയത്ത് എതിർവശത്ത് മറ്റൊരു വലിയ മലയുണ്ട്. അവിടേക്ക് നോക്കുമ്പോഴത്തേക്കാണ് ആ ഒരു മലയുടെ ഒരു ഭാഗം തകർന്ന് അവിടെ വലിയൊരു ഹോള് തന്നെ ഉണ്ടാവുന്നു. അതേസമയം ഇവിടെ ആ ഒരു നഗരത്തിൽ കാണിക്കുമ്പോൾ ഹീറോയുടെ അച്ഛൻ ഈ ഒരു ബസ് താഴേക്ക് വീഴുന്നത് കൊണ്ട് അതിനകത്തുള്ള എല്ലാവരെയും രക്ഷിക്കാൻ വേണ്ടി ഒരു കോരിയെ എടുത്ത് പെട്ടെന്ന് അതിലേക്ക് ചാടുകയാണ്. വേറെ ഒന്നുമല്ല, ഹീറോയുടെ അച്ഛൻ ഇതിനു മുന്നേ ആർമിയിലാണ് ജോലി ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും രക്ഷിക്കാനുള്ള ഒരു ഉത്തരവാദിത്തം തനിക്കാണ്. അതേസമയം നമ്മുടെ ഹീറോയിനും കൂടെ ചാടി ഇറങ്ങുന്നുണ്ട്. അപ്പോഴേക്കും അവരപ്പൂവൻ പറയും, നീ ഇവിടെ നിൽക്കണം, നീ പോയി ഫയർ ആൻഡ് റെസ്ക്യൂ ടീം അവരിവിടേക്ക് വിളിക്കാൻ പറയും. ആ ഒരു സമയത്താണ് നമ്മുടെ ഹീറോയിൻ അവളുടെ കയ്യിലുള്ള ആ ഒരു ഡിവൈസ് വെച്ചിട്ട് ഒരു കാര്യം കണ്ടുപിടിക്കുന്നത്. ഇവിടെ നിൽക്കുന്ന ഇതിനടിയിലായിട്ട് ആ ഒരു ട്രെയിനിന്റെ ബോഗി ഉണ്ടല്ലോ അത് കിടപ്പുണ്ട്. അതിനടിയിലെ 20 അടി ഉയരത്തിലെ വെള്ളമുണ്ട്. അതുപോലെ ആ ഒരു ഭാഗത്ത് ഈ ഒരു ബസ്സിലുള്ളവരും ഒരുപാട് പേര് പെട്ടുകിടപ്പുണ്ട് എന്നുള്ള കാര്യം ഇങ്ങനെ പറയുന്നതും അതേപോലെ തന്നെ കുറച്ചുകൂടി കഴിഞ്ഞാൽ ഒരു തവണ കൂടി ഭൂചലനം ഉണ്ടാവും. അതിനു മുന്നേ ഇവിടെയുള്ള എല്ലാവരും മുകളിലേക്ക് പോയേ പറ്റൂ എന്നിങ്ങനെ പറയുമ്പോൾ അതിനു മുന്നേ തന്നെ നമ്മുടെ അപ്പൂപ്പൻ പെട്ടെന്ന് ആ ഒരു കുഴിക്കുള്ളിലൂടെ ബസ്സിലുള്ള എല്ലാവരെയും രക്ഷിക്കാൻ വേണ്ടി അകത്തേക്ക് ഇറങ്ങി പോവാണ്. അതേസമയം ഫയർ ആൻഡ് സർവീസ് അവർ പെട്ടെന്ന് ഹീറോയിനോട് പറയും, ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ പാടില്ല എന്നിങ്ങനെ പറഞ്ഞ് എല്ലാവരെയും മുകളിലേക്ക് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്ന ആ ഒരു സമയത്ത് വീണ്ടും ചെറിയ രീതിയിലൊരു ഭൂചലനം ഉണ്ടായിട്ട് ഇവിടെ താഴെ കുടുങ്ങിക്കിടന്ന ആ ഒരു ബസ് കുറച്ചുകൂടി താഴേക്ക് ഇടിഞ്ഞങ്ങ് ഇറങ്ങുകയാണ്. അതുമല്ല അതിനകത്ത് റെസ്ക്യൂ ചെയ്യാനായിട്ട് പോയ ഒരു ഫയർ ഫൈറ്റർ ഉണ്ടായിരുന്നു. ആ ഒരാളാണെങ്കിൽ ഈ ഒരു അപകടത്തിൽ മരിക്കുകയും ചെയ്യാണ്. അതേസമയം ഇവിടെ നമ്മുടെ ഹീറോയെ കാണിക്കുമ്പോൾ ഹീറോ നിൽക്കുന്ന ആ ഒരു മലയുടെ എതിർവശത്തെ ആ ഒരു മലയിൽ വലിയൊരു ഹോള് വീണല്ലോ. അതുകൊണ്ട് തന്നെ അതിനുള്ളിലേക്ക് തന്റെ കയ്യിലുള്ള ഒരു ഡ്രോൺ ഉണ്ട്. അത് പറഞ്ഞു വിട്ട് അതിനകത്തുള്ള ഡേറ്റ എല്ലാം ഇങ്ങനെ കളക്ട് ചെയ്യുന്നു. അങ്ങനെ ആ ഒരു ഡേറ്റ അവൻ കറക്റ്റ് ആയിട്ട് പരിശോധിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു മലയിലെ പാറകള് ഒന്നിനു മേലെ ഒന്നായിട്ടാണ് ഇരിക്കുന്നത്. അത് പതിയെ പതിയെ ഇപ്പൊ താർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ ഒരു കാര്യം നമ്മുടെ ഹീറോ അവന്റെ ടീമിനെ വിളിച്ച് പറയുകയും ചെയ്യുന്നു. അതേസമയം ഇവിടെ ആ ഒരു പാലം കെട്ടുന്നിടത്ത് കാണിക്കുമ്പോൾ ആ ഓഫീസർ ലേഡി ഉണ്ടല്ലോ ആ ഒരു ഓഫീസർ ലേഡി ഇവിടേക്ക് വരികയാണ്. ഇവിടെ ആ ഒരു ഭൂചലനം ഉണ്ടായെന്ന് അറിഞ്ഞിട്ട് അങ്ങനെ ഇവർ വന്ന് നോക്കുമ്പോഴത്തേക്കും ഇവരുടെ ആ ഒരു പാലത്തിന് എന്തായാലും കുഴപ്പമില്ല. പക്ഷേ ഇവർ കെട്ടിയിരിക്കുന്ന ആ ഒരു പാലത്തിനടുത്തായിട്ട് മറ്റൊരു വലിയ മലയുണ്ട്. ഇനി ഒരു ഭൂചലനം കൂടി സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഒരു മല തകർന്നു വീണ് ഇവരുടെ പാലം നശിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അങ്ങനെ വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവരിപ്പോ തോണ്ടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വലിയ തുരങ്കവും അതേപോലെ തന്നെ ആ ഒരു റെയിൽവേ പാളം ഇതെല്ലാം നശിക്കും. അതുപോലെ അത് ഇവർ കഴിഞ്ഞ 10 വർഷമായിട്ട് ഇതിന്റെ പുറകെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു പാലം നശിക്കാനായിട്ട് ഒരിക്കലും അനുവദിക്കില്ല എന്ന് ഇവർ തീരുമാനിക്കുമ്പോൾ മുകളിൽ നിന്നും ഇവർക്ക് ഓർഡർ വരുന്നുണ്ട്, ഇതുപോലെ ആ ഒരു പാലം ഒരു കാരണവശാലും നശിക്കാൻ പാടില്ലാന്ന്. അതുകൊണ്ട് ഇപ്പൊ ഇവരെന്താ ചെയ്യുന്നത് വെച്ചാല് ഒരു 10-15 ഡ്രോൺസ് പറത്തി വിട്ടിട്ട് ചുറ്റിനുള്ള ആ ഒരു മലകളുടെ 3D ഡേറ്റ ഉണ്ടല്ലോ അത് കളക്ട് ചെയ്തെടുക്കാണ്. അതേസമയം ഇവിടെ നമ്മുടെ ഹീറോയെ കാണിക്കുമ്പോൾ ഹീറോ ഒരു വിധത്തിൽ ആ ഒരു ഡേറ്റ എല്ലാം കളക്ട് ചെയ്തിട്ട് അത് കഴിഞ്ഞ് ആ ഒരു കയറിൽ പിടിച്ച് മുകളിലേക്ക് വന്ന് തന്റെ കാറും എടുത്ത് വെളിയിലേക്ക് പോകുമ്പോൾ ഇവിടെ ഈ ഒരു നഗരത്തിൽ സംഭവിച്ച കാര്യം ഉണ്ടല്ലോ ആ ഒരു കാര്യം നമ്മുടെ ഹീറോയെ വിളിച്ച് പറയുന്നുണ്ട്. അതുമല്ല നിന്റെ അച്ഛനാണെങ്കിൽ ബസ്സിലുള്ള ആളുകളെ രക്ഷിക്കാൻ വേണ്ടി ആ ഒരു കുഴിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഹീറോ ചോദിക്കും, നീ എന്തിനാ പറഞ്ഞു വിട്ടത് ചോദിക്കുമ്പോൾ ഞാനല്ല, നിന്റെ അച്ഛനായിട്ട് തന്നെ പോയതാണ്,
അതുമല്ല അതിനടിയിലായിട്ടാണെങ്കിൽ 20 അടി ഉയരത്തിൽ വെള്ളമുണ്ട്. അതുമല്ല അടിയിലൂടെ പോകുന്ന ആ ഒരു വെള്ളമുണ്ടല്ലോ അത് അടുത്തുള്ള ഒരു ആറിലേക്കാണ് പോകുന്നത് എന്നുള്ള കാര്യം പറയുമ്പോഴത്തേക്കും ഇവിടെയുള്ള എല്ലാ ആറുകളും എവിടെ വന്ന് കണക്ട് ആവുന്നെന്നുള്ള കാര്യം നമ്മുടെ ഹീറോയ്ക്ക് അറിയാം. അത് ഹേഗാങ് കേവ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗുഹയാണ്. അത് ഹീറോ ഉള്ള സ്ഥലത്ത് നിന്ന് 30 കിലോമീറ്റർ ദൂരെയായിട്ടാണുള്ളത്. അപ്പോൾ ഹീറോ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഹീറോയിനോട് പറയും, ശരി റെസ്ക്യൂ ടീമിനോട് എല്ലാവരോടും ആ ഒരു ഗുഹയുടെ അടുത്തേക്ക് വരാൻ പറയും എന്നും പറഞ്ഞ് ഹീറോയി നേരെ ആ ഒരു ഗുഹയ്ക്ക് അടുത്തേക്ക് ഇങ്ങനെ പോവാണ്. അതേ സമയം ഈ ഒരു കുഴിക്കുള്ളിൽ കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ അപ്പൂപ്പൻ ഒരു വിധത്തിൽ ആ ഒരു ബസ്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാണ്. മുകളിൽ തന്നെ നിന്നാ മതിയായിരുന്നു എന്നുള്ളൊരു തോന്നലുണ്ട്. എന്നിരുന്നാലും കുഴപ്പമില്ല, ഈ ഒരു ബസ്സിൽ ബാക്കിയുള്ള ആളുകളുണ്ടല്ലോ അവരെ ഓരോരുത്തരെയായിട്ട് പതിയെ ഈ ഒരു ബസ്സിൽ നിന്ന് പുറത്തേക്ക് ഇറക്കാണ്. അങ്ങനെ ഓരോരുത്തരെയും വെളിയിലേക്ക് ഇറക്കുന്നതും പെട്ടെന്ന് മുകളിൽ നിന്നും എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. വേറെ ഒന്നുമല്ല, മുകളിലുള്ള ആ ഒരു മല വീണ്ടും പതിയെ പതിയെ ഇടിയാൻ തുടങ്ങാണ്. അതേസമയം നമ്മുടെ ഹീറോ ആണെങ്കിലോ ഇവിടെ മുകളിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവന്റെ പുറകെ തന്നെ ഈ ഒരു സ്ഥലങ്ങളിൽ ഇടിഞ്ഞിടിഞ്ഞിങ്ങനെ പോവാണ്. ഹീറോ ആണെങ്കിലും നല്ല വേഗതയിൽ വന്നിട്ട് അവിടെ ഒരു ഹെയർ പിൻ ഉണ്ട്, ആ ഒരു വളവിൽ കൊണ്ടുവന്ന് ഇടിച്ചങ്ങ് തെറിപ്പിക്കുമ്പോൾ ഈ ഒരു കാർ തെറിച്ചു വന്ന് അടുത്തൊരു വഴിയുണ്ട് അവിടേക്ക് വന്ന് വീണിട്ട് ഒരു വിധത്തില് ആ ഒരു ഭൂചലനത്തിൽ നിന്നും ഹീറോ രക്ഷപ്പെട്ടു. അതുമല്ല അവൻ പോകേണ്ട ആ ഒരു ഗുഹയുണ്ടല്ലോ അതിൽ GPS കാണിച്ചിരുന്നത് 30 കിലോമീറ്റർ എന്നാണ്. പക്ഷെ ഇപ്പൊ കാണിക്കുമ്പോൾ 15 കിലോമീറ്റർ ആയി. അങ്ങനെ ഒരു വിധത്തില് അവിടെ നിന്ന് രക്ഷപ്പെട്ട് നല്ല വേഗതയിൽ തന്നെ ഈ ഒരു ആറ് വന്ന് അവസാനിക്കുമല്ലോ ആ ഒരു ഗുഹയുടെ ഭാഗത്തേക്ക് ഇങ്ങനെ വരികയാണ്. അതേസമയം ഇവിടെ നമ്മുടെ അപ്പൂപ്പനാണെങ്കിലോ ഒരു ആർമിക്കാരനായതുകൊണ്ട് ബാക്കി എല്ലാവരോടും പറയും, നിങ്ങൾ ആരും പേടിക്കണ്ട, എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്, അതുകൊണ്ട് പേടിക്കാതെ എല്ലാവരും എന്നെ ഫോളോ ചെയ്ത് വരാൻ പറയും. കാരണം ഇവർക്ക് എന്തായാലും മുകളിലേക്ക് പോകാൻ കഴിയത്തില്ല. ഇപ്പൊ ഈ ഒരു വെള്ളം പോകുന്ന ആ ഒരു ഭാഗം എന്തായാലും ആ ഒരു ഗുഹയുടെ അടുത്താണല്ലോ അവസാനിക്കുന്നത്, ഇതിലേ തന്നെ പോകാനേ കഴിയത്തുള്ളൂ. അങ്ങനെ പോകുന്ന സമയത്താണ് പെട്ടെന്നൊരിടത്ത് നമ്മുടെ അപ്പൂപ്പൻ നിൽക്കുന്നു. എന്താണ് കാര്യം എന്ന് എല്ലാവരും ചോദിക്കുമ്പോൾ അടുത്തൊരു പെണ്ണിന്റെ ഡ്രസ്സിൽ നിന്ന് കുറച്ച് പഞ്ഞി ഇങ്ങനെ വലിച്ചെടുത്തിട്ട് അത് കയ്യിൽ വെച്ച് ഇങ്ങനെ പറത്തി വിടുമ്പോഴത്തേക്കും ഈ ഒരു പഞ്ഞി മറ്റൊരു വശത്തേക്ക് പറന്നു പോകുന്നു. അപ്പോഴാണ് അപ്പൂപ്പൻ പറയുന്നത്, ഇപ്പൊ ഈ പഞ്ഞി പറന്നു പോകുന്ന ആ ഒരു ദിശയിലേക്കാണ് കാറ്റടിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എതിർ ദിശയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് വെളിയിലെത്താൻ കഴിയും എന്ന് ലോജിക്കായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞ് ഇവരെ എല്ലാവരെയും ആ ഒരു വശത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ്. അതേസമയം ഇവിടെ നമ്മുടെ ഹീറോ ആണെങ്കിലോ ഈ ഒരു ഗുഹയ്ക്കടുത്ത് എത്താറായി. പക്ഷെ അതിനു മുന്നേ തന്നെ വീണ്ടും ആ ഒരു മലയുടെ പല ഭാഗങ്ങളും ഇടിഞ്ഞിങ്ങനെ വീഴുന്നുണ്ട്. ഹീറോ നല്ല വേഗതയിൽ പോകുമ്പോഴത്തേക്കും അതിലൊരു പാറ വന്ന് അവന്റെ കാറിലേക്ക് ഒരു ഒറ്റയിടി. അങ്ങനെ കാറ് തെറിച്ച് താഴേക്കൊന്ന് വീഴുമ്പോൾ ഹീറോ ആ ഒരു വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങി നോക്കുമ്പോഴത്തേക്കും വീണ്ടും ഇടിഞ്ഞിടിഞ്ഞിങ്ങനെ വരികയാണ്. പക്ഷെ ഇതിനു മുന്നേ തന്നെ ഹീറോയ്ക്ക് ആ ഒരു ഗുഹയ്ക്കകത്തേക്ക് കയറണം. അതുകൊണ്ട് ഇപ്പോൾ ഹീറോ എന്താ ചെയ്യുന്ന വെച്ചാൽ നല്ല വേഗതയിൽ ഓടിയിട്ട് ചാടി വന്ന് ആ ഒരു ഗുഹയുടെ എൻഡിലേക്ക് അങ്ങ് കയറുന്നതും അതിനു മുന്നേ തന്നെ ഈ ഒരു സ്ഥലം ഇടിഞ്ഞു വീണ് അവൻ വന്ന ആ ഒരു വഴി അങ്ങ് മൂടിപ്പോയി. അതേസമയം ഇവിടെയാണെങ്കിലോ ഇവരെല്ലാവരും ഈ ഒരു പഞ്ഞി പോകുന്നത് ഫോളോ ചെയ്ത് അതിന്റെ പുറകെ പോവാണ്. കാണിക്കുമ്പോഴത്തേക്കും ഈ ഒരു പഞ്ഞി ഒരു വലിയ ഹോളിനുള്ളിലേക്ക് കയറി പോകുമ്പോൾ കൂട്ടത്തിലുള്ള ഒരുത്തൻ പറയും, ശരി ഞാൻ പോയി വഴി കണ്ടുപിടിക്കാമെന്നും പറഞ്ഞ് അതിനുള്ളിലേക്ക് തലയിടുന്നതും ഇവൻ പെട്ടെന്ന് താഴേക്ക് വീഴാനായിട്ട് പോവാണ്. വേറെ ഒന്നുമല്ല, അത് മറ്റൊരു വലിയ കുഴിയായിരുന്നു. അതിനു മുന്നേ തന്നെ നമ്മുടെ അപ്പൂപ്പൻ അവനെ പിടിച്ചതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അപ്പൊ ഈ ഒരു വഴി എന്തായാലും ഇവർക്ക് വെളിയിലേക്ക് പോകാനായിട്ട് കഴിയത്തില്ല, മറ്റൊരു വഴിയുണ്ട്. അതുമല്ലാതെ ഇതിന് മുകളിൽ നിന്ന് ചെറിയൊരു കല്ല് ഈ പിടിച്ച് മുകളിലേക്ക് കയറ്റിയല്ലോ അവന്റെ തലയിലേക്ക് വന്നിരിക്കുന്നതും അവന്റെ ബോധം പോയി. അപ്പോൾ താഴേക്കുള്ളത് ഒരു പാതാളമാണ്. അപ്പോഴാണ് നമ്മുടെ അപ്പൂപ്പൻ അവിടെയുള്ള കയറെടുത്ത് ഒരു വലിയ പാറയിൽ ഇങ്ങനെ കെട്ടിവെച്ചിട്ട് ഈ ഒരു മലയുടെ മുകളിലേക്ക് കയറാൻ പോവാണ്. വേറെ ഒന്നുമല്ല, ഇതിന് മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ മറ്റൊരു ഭാഗത്ത് ചെറിയൊരു ഹോളുണ്ട്, അതുവഴി ഓരോരുത്തരായിട്ട് വെളിയിലേക്ക് ഇറക്കാൻ കഴിയും എന്നുള്ള ആ ഒരു പ്ലാനിങ്ങിലാണ് നമ്മുടെ അപ്പൂപ്പൻ ഇപ്പൊ കയറ് കെട്ടി പതിയെ മുകളിലേക്ക് കയറി പോകുന്നത്. അതേസമയം ഇവിടെയാണെങ്കിലോ നമ്മുടെ അപ്പൂപ്പൻ മുകളിലേക്ക് പോകുമ്പോഴത്തേക്കും ബാക്കി എല്ലാവരും ആ ഒരു കയറ് പിടിച്ചിട്ട് പതിയെ പതിയെ അപ്പൂപ്പനെ കൺട്രോൾ ചെയ്ത് ഇങ്ങനെ പറഞ്ഞു വിടുകയാണ്. അങ്ങനെ ഒരു വിധത്തില് നമ്മുടെ അപ്പൂപ്പൻ ആ ഒരു ഹോളിനടുത്ത് എത്താറായി. അപ്പൊ ഇവിടെ നിന്ന് ചാടി മറ്റൊരു പാറയിൽ പിടിക്കണം. അതിനുവേണ്ടി ഒരു ഒറ്റ ചാട്ടം ചാടുന്നതും പിടി വിട്ട് നേരെ താഴേക്ക് വീഴുമ്പോൾ ഇവിടെ ബാക്കിയുള്ളവരുണ്ടല്ലോ അവരെല്ലാവരും ആ ഒരു കയറിൽ പിടിച്ച് അപ്പൂപ്പനെ അവിടെ പിടിച്ചു നിർത്തിയേക്കാണ്. പിടിവിട്ട് കഴിഞ്ഞാൽ എന്തായാലും താഴെ വീഴും. അതേസമയം ഇവിടെ നമ്മുടെ ഓഫീസർ ഉണ്ടല്ലോ ആ ഒരു ലേഡി ആണെങ്കിലോ ഈ ഒരു മല തകർക്കാൻ വേണ്ടി നമ്മളിപ്പോൾ എന്താ ചെയ്യേണ്ടത് എന്ന് അവിടെയുള്ള ഒരു എക്സ്പെർട്ടിനെ വിളിച്ചിട്ട് അയാളോട് ചോദിക്കുമ്പോൾ ഈ ഒരു മലയുടെ മൊത്തം ഡ്രോയിങ് എനിക്ക് വേണം, എന്നാലേ എനിക്ക് എന്തെങ്കിലും പ്ലാൻ ചെയ്യാൻ പറ്റൂ എന്നിങ്ങനെ പറയുമ്പോൾ ഇവരുടെ പ്രധാന പ്ലാനിങ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വശത്ത് ഭൂചലനം ഉണ്ടായി ഈ ഒരു മല ഇങ്ങോട്ട് മറിയുന്നതിന് മുന്നേ ഈ മലയുടെ മറ്റൊരു വശത്ത് ബോംബ് പൂജ തകർത്ത് മല ആ ഒരു വശത്തേക്ക് ചരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പാലത്തിന് ഒന്നും സംഭവിക്കത്തില്ല. പക്ഷെ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഡ്രോയിങ് ഡേറ്റ ഇതെല്ലാം കളക്ട് ചെയ്തിട്ട് കമ്പ്യൂട്ടറിൽ വെച്ച് സിമുലേറ്റ് ചെയ്ത് അത് ടെസ്റ്റ് ചെയ്ത് നോക്കണം. എന്നിരുന്നാലേ ഏത് വശം തകർത്താലേ ഇവർക്ക് ഈ ഒരു പാലത്തിന് സേഫ് ആക്കാൻ കഴിയും എന്നുള്ള കാര്യം തീരുമാനിക്കാൻ കഴിയത്തുള്ളൂ. ഇപ്പോൾ ആ ഒരു രീതിയിൽ ഇവർക്ക് പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ ഏകദേശം 5 മണിക്കൂർ വേണ്ടി വരും. പക്ഷേ അടുത്ത ഭൂചലനം ഉണ്ടാവാൻ പോകുന്നത് അടുത്ത 48 മണിക്കൂറിനുള്ളിലാണ്. ഇതിൽ 5 മണിക്കൂർ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് ഒരിക്കലും ശരിയാവത്തില്ല. കാരണം ആ ഒരു സമയം പോയി കഴിഞ്ഞാൽ പിന്നീട് ഈ ഒരു ബോംബ് മലയുടെ വശങ്ങളിൽ സെറ്റ് ചെയ്യണമല്ലോ, അതിന് തന്നെ ഒരുപാട് സമയമെടുക്കും. പക്ഷെ ഇവർക്കാണെങ്കിലോ ഇതല്ലാതെ വേറെ വഴിയില്ല. അപ്പോൾ ഓഫീസർ പറയും, ശരി നിങ്ങൾ എന്താണെങ്കിലും ചെയ്തോ, എത്രയും പെട്ടെന്ന് അത് കണ്ടുപിടിക്കാൻ ശ്രമിക്കണമെന്ന് പറഞ്ഞിട്ട് ഓഫീസർ അവിടെ നിന്ന് പോകുന്നു. എന്നിട്ട് എന്താ ചെയ്യുന്ന വെച്ചാൽ ഇവിടുത്തെ പ്രധാന രാഷ്ട്രീയക്കാരും പ്രധാന ഓഫീസർമാരൊക്കെ ഉണ്ടല്ലോ
അവർക്ക് ഇവരെന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യം എക്സ്പ്ലെയിൻ ചെയ്ത് ഇങ്ങനെ കൊടുക്കാണ്. സാർ, ഞങ്ങൾ ഇതാണ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു മലയുടെ സേഫ് ആയിട്ടുള്ള മറ്റൊരു വശം കണ്ടുപിടിച്ച് അവിടെ ഇതുപോലെ ബോംബ് വെച്ച് ആ ഒരു വശം തകർത്തു കഴിഞ്ഞാലേ നമുക്ക് ഈ ഒരു പാലം സേഫ് ആക്കാൻ കഴിയുമെന്ന് പറയുമ്പോൾ ചൈനയിലെ ആ ഒരു പ്രസിഡന്റ് പറയും, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മൊത്തം മലയിൽ തകർത്താൽ പോരെ. അപ്പോൾ ഓഫീസർ പറയും, അങ്ങനെയും കൂടി ചെയ്തിട്ട് മൊത്തം പാലം അങ്ങ് നശിപ്പിച്ചേക്ക്. സാർ, എന്തായാലും ഞാൻ പറയുന്നത് തന്നെ കേൾക്ക്, ഇതാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള പ്ലാൻ എന്നുള്ള രീതിയിൽ അത് തന്നെ ഇപ്പോൾ ഇവർ ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത അരമണിക്കൂറിനുള്ളിൽ തന്നെ ഇവർക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു ബോംബുകളുണ്ടല്ലോ അതെല്ലാം ഹെലികോപ്റ്ററിൽ ഇവിടേക്ക് കൊണ്ടുവരുന്നു. അതേ സമയം ഇവിടെ നമ്മുടെ ഹീറോ ഒരു ഗോയ്ക്കുള്ളിലേക്ക് പോയല്ലോ. അതുപോലെ ഈ ഒരു സ്ഥലത്തേക്കാണ് ഹീറോയിനോടും ആ റെസ്ക്യൂ ടീമിനോട് വരാൻ പറഞ്ഞത്. അവരിപ്പോൾ അവിടേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയുടെ കാർ മാത്രം അവിടെ കിടക്കുന്നു. പക്ഷെ ഹീറോയെ കാണാനില്ല. അതേസമയം ഈ ഒരു ഗോയ്ക്കുള്ളിൽ കാണിക്കുമ്പോൾ നമ്മുടെ അപ്പൂപ്പൻ ഇപ്പോഴും അവിടെ തൂങ്ങി കിടക്കാണ്. കറക്റ്റ് സമയത്ത് നമ്മുടെ ഹീറോ ആ ഒരു ഗോയ്ക്കകത്തേക്ക് കയറിയിട്ട് ഇതിനകത്തേക്ക് ഇറങ്ങി വരുന്നു. എന്നിട്ട് നമ്മുടെ അപ്പൂപ്പനെ കാണുമ്പോഴത്തേക്ക് അപ്പൂപ്പൻ ചോദിക്കും, അല്ല നീ എന്തിനാ ഇവിടേക്ക് വന്നതെന്ന് ചോദിക്കുമ്പോൾ, പിന്നെ ഞാൻ ഇവിടെ വരാതെ അച്ഛനെ രക്ഷിക്കാമെന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാലേ ഇപ്പൊ അതായോ കുറ്റം. ശരി, എന്തായാലും മിണ്ടാതിരിക്കുക, അച്ഛനെ ഞാൻ രക്ഷിക്കാമെന്നും പറഞ്ഞിട്ട് ഹീറോ ഇപ്പോൾ മറ്റൊരു വശത്ത് ഈ ഒരു കയറെല്ലാം ടൈറ്റ് ചെയ്ത് വെച്ച് അതീ പിടിച്ചിട്ട് നമ്മുടെ അപ്പൂപ്പനെയും കൊണ്ട് നേരെ താഴേക്ക് വരികയാണ്. അതേ സമയം ഇവിടെ കാണിക്കുമ്പോഴത്തേക്കും ഇപ്പോൾ രാത്രിയായി. എന്നിരുന്നാലും ആ ഒരു എക്സ്പെർട്ട് ഈ സിമുലേറ്റ് ചെയ്ത് എവിടെയാണ് ബോംബ് വയ്ക്കേണ്ടത് എന്നുള്ള കാര്യം കണ്ടുപിടിച്ചിട്ടില്ല. ഇപ്പോൾ ഏതൊരു രീതിയിൽ ആ ഒരു സിമുലേഷൻ ചെയ്ത് നോക്കിയാലും ഇവർ 10 വർഷമായിട്ട് നിർമ്മിക്കുന്ന ആ ഒരു പാലം തകരുന്നത് പോലെ തന്നെയാണ് കാണിക്കുന്നത്. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ ഇവർക്ക് ആർക്കും ഒന്നും അറിയാൻ കഴിയുന്നില്ല. ആ ഒരു ടെൻഷനിൽ എല്ലാവരും ഇപ്പോൾ വെളിയിൽ വന്ന് നിൽക്കുകയാണ്. അതേസമയം ഇവിടെ നമ്മുടെ ഹീറോയിനാണെങ്കിലോ ഹീറോയെ ആ ഒരു ഗോയയുടെ വശത്ത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അവൻ എന്തെങ്കിലും സംഭവിച്ചു കാണും എന്നുള്ളൊരു വിഷമത്തിൽ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഹീറോയുടെ കമ്പ്യൂട്ടറിൽ എന്തോ ഒരു സൗണ്ട് കേട്ട് നേരെ അവിടേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കും റിസീവിംഗ് ഡേറ്റ എന്ന് പറഞ്ഞിങ്ങനെ കാണിക്കുന്നു. അത് വേറെ ഒന്നുമല്ല, ഹീറോ ആ ഒരു സെൻസർ ഒരു മലയുടെ മുകളിൽ വെച്ചിരുന്നല്ലോ, അതിൽ നിന്നുള്ള ഡേറ്റ എല്ലാം ഇപ്പോൾ ഇതിലേക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെ ഹീറോയിൻ എന്താ ചെയ്യുന്ന വെച്ചാൽ ആ ഒരു കമ്പ്യൂട്ടർ തന്നെ തൂക്കിയെടുത്ത് നേരെ നമ്മുടെ ഓഫീസറിന്റെ അടുത്തേക്ക് ചെല്ലും. എന്നിട്ടാണ് പറയുന്നത്, ഇതുപോലെ നമ്മുടെ ഹീറോ വെച്ച ആ ഒരു സെൻസറിലെ ഡേറ്റ അത് കിട്ടിയിട്ടുണ്ടെന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ഈ ഒരു ഡേറ്റ വെച്ചിട്ട് ഇവരിപ്പോൾ വീണ്ടും ആ ഒരു ടെസ്റ്റ് എല്ലാം ചെയ്ത് നോക്കാണ്. അതേസമയം ഇവിടെ ഗോയ്ക്കകത്ത് കാണിക്കുമ്പോൾ ഹീറോ അവന്റെ അച്ഛനെയും അതേപോലെ തന്നെ ആ ഒരു ബസ്സിൽ നിന്ന് രക്ഷപ്പെടുത്തിയല്ലോ അവരെല്ലാവരെയും കൂട്ടി ഒരു ഗോയ്ക്കുള്ളിലൂടെ പതിയെ ഇഴഞ്ഞ് ഇപ്പോൾ മറ്റൊരു വശത്തേക്ക് വരികയാണ്. അങ്ങനെ പോകുമ്പോഴത്തേക്കും ഇവിടെ നിന്നും വഴി രണ്ടായിട്ട് പിരിഞ്ഞിങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ ഇത് കാണുമ്പോൾ നമ്മുടെ ഹീറോ പറയും, ശരി ബാ നമുക്ക് ഈ ഒരു വശത്തോടെ പോവാന്ന് പറയുമ്പോൾ ഹീറോയുടെ അച്ഛൻ പറയും, ആ ഒരു വശത്തോടെ പോയാൽ ശരിയാവത്തില്ല, നമുക്ക് ഈ ഒരു വശത്തോടെ പോവാം എന്നും പറഞ്ഞിട്ട് ഇവര് രണ്ടുപേരും ഇപ്പൊ സംസാരിക്കുകയാണ്. ഇപ്പൊ അപ്പൂവൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് 40 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, ഏത് വശത്ത് നിന്നാണ് കാറ്റ് വരുന്നത് അതിന്റെ എതിർ ദിശയിൽ നമ്മൾ പോയി കഴിഞ്ഞാലേ നമുക്ക് ഈ ഒരു ഗുഹയുടെ വെളിയിലെത്താൻ കഴിയും, അതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കാൻ പറയുമ്പോൾ ഹീറോ ഇപ്പോൾ മറ്റൊരു ലോജിക്ക് പറയാണ്, വേറെ ഒന്നുമല്ല, പകൽ സമയത്ത് വെളിയിൽ നല്ല വെയിലാണ്, അതുകൊണ്ട് ഉള്ളിലുള്ള കാറ്റെല്ലാം വെളിയിലേക്ക് പോകും, രാത്രി സമയമാകുമ്പോഴത്തേക്കും വെളിയിൽ തണുപ്പായതുകൊണ്ട് വെളിയിലുള്ള കാറ്റെല്ലാം ഉള്ളിലേക്ക് വരും, അതുകൊണ്ട് ഈ ഒരു വഴിയാണ് നമുക്ക് കറക്റ്റായിട്ട് പോകാനുള്ളത് എന്നുള്ള ലോജിക്കായിട്ടുള്ള കാര്യം പറയുമ്പോൾ ഹീറോയുടെ അച്ഛനായാലും ഓക്കെ നീ പറയുന്നത് ശരിയായിരിക്കും എന്നും പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ ഹീറോയെ ഫോളോ ചെയ്ത് എല്ലാവരും പോവാണ്. അതേസമയം ഇവിടെ നമ്മുടെ ഓഫീസറും ടീമും ഹീറോയുടെ ആ ഒരു സെൻസറിൽ നിന്ന് കിട്ടിയ ഡേറ്റ ഉണ്ടല്ലോ അതെല്ലാം വെച്ചിട്ട് ഈ ഒരു ബോംബ് മലയുടെ ഏത് വശത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാലം തകരാതെ അത് തകർക്കാൻ കഴിയും എന്നുള്ള ആ ഒരു കാര്യം സിമുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഈ ഒരു കാര്യം എന്തായാലും സക്സസ് ആയി. അതുകൊണ്ട് ഉടനെ തന്നെ ആ ഒരു മല തകർക്കണം, വെടിമരുന്നും ആ ഒരു ബോംബും എല്ലാ കാര്യങ്ങളായിട്ട് ഉടനെ തന്നെ ആ ഒരു മലയുടെ വശത്തേക്ക് പോകാനായിട്ട് ഇവർക്ക് നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും ഹെലികോപ്റ്ററിൽ ആ ഒരു ബോംബും എല്ലാം ആയിട്ട് ആ ഒരു മലയുടെ മുകളിലേക്ക് പോവാണ്. കാരണം ഇനിയും സമയമില്ല, എത്രയും പെട്ടെന്ന് അത് ചെയ്തേ പറ്റൂ. അതേസമയം ഇവിടെ ഹീറോ ഈ ഒരു ടീമിനെയും കൂട്ടിയിട്ട് ഇങ്ങനെ നടന്നു പോകുമ്പോൾ പോകുന്ന വഴിക്കുള്ള പാറകളെല്ലാം നല്ല ക്രിസ്റ്റൽ പോലെ തിളങ്ങുന്നുണ്ട്. ഓക്കെ അതൊന്നും കുഴപ്പമില്ല, നിങ്ങൾ വാന്ന് പറഞ്ഞിട്ട് ഇവരെ കൂട്ടി വീണ്ടും മുന്നിലേക്ക് തന്നെ പോവാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവർ പോകുന്ന ആ ഒരു വഴിയുടെ മുൻവശത്തായിട്ട് കുറെ പാറകൾ ഇടിഞ്ഞങ്ങനെ വീഴുന്നു. അപ്പോഴേക്കും ഹീറോ പെട്ടെന്ന് അവരെല്ലാം നിർത്തിയിട്ട് ഓക്കെ അടുത്തത് ഇടിഞ്ഞ് വീഴുന്നതിന് മുന്നേ തന്നെ നമുക്ക് അടുത്ത വശത്തേക്ക് പോകണം എന്നും പറഞ്ഞ് എല്ലാവരെയും പറഞ്ഞു വിടുന്ന സമയത്ത് ഹീറോയുടെ കയ്യിൽ ഈ ഒരു കാറ്റിന്റെ അളവുണ്ട്, അതറിയുന്ന ഒരു മെഷീൻ ഉണ്ട്. അതെടുത്ത് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു കാറ്റിന്റെ അളവ് കുറയുന്നത് പോലെ ഇങ്ങനെ കാണിക്കുന്നു. അപ്പോൾ ഈ ഹീറോയുടെ അച്ഛൻ പറയും, ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതല്ല നമുക്ക് പോകേണ്ട കറക്റ്റായിട്ടുള്ള വഴി എന്ന് പറയുമ്പോൾ അച്ഛാ കുറച്ചു നേരം ഒന്നും മിണ്ടാതിരിക്കുക, ഇത് തന്നെയാണ് വഴി എന്നും പറഞ്ഞ് വീണ്ടും ഇവരെയും കൊണ്ട് കുറച്ചുകൂടി മുന്നിലേക്ക് പോകുമ്പോൾ അവിടെ ആ ഒരു വഴി അവസാനിച്ചു. അപ്പോൾ ഹീറോ പെട്ടെന്ന് എല്ലാവരെയും അവിടെ തന്നെ ഇരുത്തിയിട്ട് ശരി ഞാൻ മുന്നിലേക്ക് എന്തെങ്കിലും വഴിയുണ്ടോ ഇല്ലെന്ന് നോക്കിയിട്ട് വരാം എന്നും പറഞ്ഞിട്ട് കുറച്ചുകൂടി മുന്നിലേക്ക് നടന്നിങ്ങനെ പോയി നോക്കുമ്പോഴത്തേക്കും ആ ഒരു ഭാഗത്ത് മുഴുവനായിട്ടും വെള്ളം മാത്രമേ ഉള്ളൂ. അങ്ങനെ ആ ഒരു വെള്ളം കാണുമ്പോഴത്തേക്കും പെട്ടെന്ന് ഹീറോ പഴയ എന്തൊക്കെയോ കാര്യങ്ങൾ ആലോചിച്ചിങ്ങനെ നിൽക്കാണ്. ആ ഒരു സമയത്ത് ഹീറോയുടെ അച്ഛൻ നേരെ താഴേക്കിറങ്ങി വരുമ്പോൾ അവൻ വീണ്ടും നോർമൽ ആയിട്ടുള്ള അവസ്ഥയിൽ വന്നിട്ട് അപ്പോൾ അവൻ്റെ അച്ഛൻ പറയും, ഇതിലെ വഴിയില്ല, നമുക്ക് മറ്റൊരു വഴി കണ്ടുപിടിച്ചേ പറ്റൂ, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വെള്ളത്തിലേക്ക് ചാടി അതിനടിയിലൂടെ മറ്റൊരു വഴിയുണ്ടോ ഇല്ലെന്ന് കണ്ടുപിടിക്കണമെന്ന് പറയുമ്പോൾ ഹീറോ പറയും, അതെങ്ങനെ വെച്ചാൽ സാധ്യമാവുന്നേ, നമ്മുടെ കയ്യിൽ ഓക്സിജൻ ടാങ്കോ മറ്റു കാര്യങ്ങളൊന്നുമില്ല, ഈ വെള്ളത്തിനടിയിൽ ഇനി വഴി ഇല്ലാന്നുണ്ടെങ്കിൽ അപ്പോഴും നമ്മൾ പെട്ടുപോകത്തില്ലേ എന്നെല്ലാം പറയുമ്പോൾ ഹീറോയുടെ അച്ഛൻ പറയും, നീ ഒരു പേടിത്തൊണ്ടനാണ്, ഞാൻ എന്തായാലും പോയി നോക്കാന്ന് പറയുമ്പോൾ ഹീറോ പെട്ടെന്ന് അവന്റെ അച്ഛനെ തടയാണ്. പക്ഷെ ഹീറോയുടെ അച്ഛനാണെങ്കിലോ
നിന്നെ കൊണ്ട് ഒരിക്കലും ഇതിന് കഴിയത്തില്ല എന്ന് പറഞ്ഞിട്ട് ഹീറോയെ തള്ളിക്കളഞ്ഞ് പതിയെ ആ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങുന്നു. അങ്ങനെ താഴെ വീണ നമ്മുടെ ഹീറോ ആണെങ്കിലോ അവിടെ കിടന്ന് കരയാണ്, എനിക്ക് വെള്ളം കണ്ടാലേ പേടിയാണ് എന്നും പറഞ്ഞിട്ട് അവൻ ഇങ്ങനെ കരയുമ്പോഴത്തേക്കാണ് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. ഹീറോ ഇങ്ങനെ ഈ ഒരു വെള്ളം കണ്ടാലേ പേടിക്കാൻ കാരണം എന്താണെന്ന്. കാരണം അവന്റെ അമ്മയ്ക്ക് ഒരു ദിവസം വയ്യാണ്ടായി. പക്ഷേ അവന്റെ അച്ഛനാണെങ്കിലോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ ജോലിയുടെ കാര്യമായിട്ട് വെളിയിലേക്ക് പോയി. അങ്ങനെ വേറെ വഴിയില്ലാതെ നമ്മുടെ ഹീറോ ആണ് അവന്റെ അമ്മയെ ഒരു സൈക്കിളിൽ കൊണ്ടുപോകുന്നത്. അങ്ങനെ ഒരു പാലത്തിന് മുകളിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും എതിർവശത്തൂടെ വന്ന മറ്റൊരു മണ്ടൻ ഇവരെ കൊണ്ടുവന്ന് ഇടിച്ചിട്ട് അമ്മയും മോനും നേരെ വെള്ളത്തിലേക്ക് വന്ന് വീഴും. അങ്ങനെ വെള്ളത്തിലേക്ക് വീഴുമ്പോൾ ഹീറോയുടെ അമ്മയ്ക്കാണെങ്കിലോ നീന്താൻ അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വെള്ളത്തിനടിയിലേക്ക് മുങ്ങിപ്പോയിട്ട് അവരെ ഒരിക്കലും ഹീറോയ്ക്ക് കണ്ടുപിടിക്കാനും കഴിഞ്ഞില്ല. അങ്ങനെയാണ് ഹീറോയുടെ അമ്മ ആ ഒരു വെള്ളത്തിൽ വെച്ച് മരിച്ചതും. അത് കഴിഞ്ഞ് ഒരു വെള്ളം കാണുമ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് ഇത്ര പേടിയും. കാരണം താൻ കാരണമാണ് തന്റെ അമ്മ മരിച്ചതെന്നുള്ള ആ ഒരു കുറ്റബോധം ഇപ്പോഴും നമ്മുടെ ഹീറോയ്ക്കുണ്ട്. അതുമല്ലാതെ കുട്ടിക്കാലം മുതൽ തന്നെ ഇവന്റെ അച്ഛൻ ഇവനെ ഒരു പേടിത്തൊണ്ടനാണെന്നുള്ള രീതിയിൽ കളിയാക്കിയിട്ടുണ്ട്. ആ ഒരു രീതിയിലാണ് വളർത്തിക്കൊണ്ട് വന്നത്. അതും അവന്റെ ഉള്ളിലുണ്ട്. എന്നിട്ട് ഹീറോ പറയുന്നുണ്ട്, അന്ന് അമ്മയെ കൊണ്ടുപോകേണ്ടത് നിങ്ങളായിരുന്നു, നിങ്ങൾ കൊണ്ടുപോകാത്തതുകൊണ്ടാണ് ഇങ്ങനെല്ലാം സംഭവിച്ചതെന്ന് പറഞ്ഞിട്ട് ഹീറോ കരയുമ്പോൾ ഇത് കേട്ട ഹീറോയുടെ അച്ഛനാണെങ്കിലും പെട്ടെന്ന് കരയാൻ തുടങ്ങും. അപ്പൊ ഇവര് രണ്ടുപേരും പറയുന്നത് കേട്ടിട്ട് അവിടെ ഇരിക്കുന്നവരുണ്ടല്ലോ അവരും കരയാൻ തുടങ്ങി. മൊത്തത്തിൽ കൂട്ടക്കരച്ചിലായി. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ ഹീറോ പറയും, ശരി ആരെങ്കിലും റെസ്ക്യൂനായിട്ട് ഇവിടേക്ക് വരുന്നത് വരെ നമുക്ക് ഇവിടെ തന്നെ ഇരിക്കാം എന്നും പറഞ്ഞ് ഈ ഒരു മലയുടെ 3D ഡ്രോയിങ് ഉണ്ട് അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതേ സമയം ഇവിടെ നമ്മുടെ ഓഫീസറിന്റെ ടീമാണെങ്കിലോ ഈ ഒരു ബോംബെല്ലാം ഉണ്ടല്ലോ അതെല്ലാം കൊണ്ടുവന്ന് ഈ ഒരു മലയുടെ ഏത് ഭാഗത്ത് ബോംബ് വെച്ച് കഴിഞ്ഞാൽ പാല ഇവർക്ക് സേഫ് ആക്കാൻ പറ്റും എന്നാൽ അവർ സ്ഥലം കണ്ടുപിടിച്ചു. അവിടെ വന്നിട്ട് ഈ ഒരു ബോംബ് വെക്കാൻ വേണ്ടി ഡ്രില്ലെല്ലാം ചെയ്യാണ്. അതേസമയം മറ്റൊരിടത്ത് കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോ ആ ഒരു ഗുഹയ്ക്കുള്ളിൽ പെട്ടുപോയല്ലോ. അതിനകത്തേക്ക് പോകാനായിട്ട് ഈ ഒരു മലയുടെ മറ്റൊരു വഴി ഇവർ കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പൊ അവിടേക്ക് പോയി ഹീറോയെ രക്ഷിക്കാൻ വേണ്ടി രണ്ടുപേരെ ഉള്ളിലേക്ക് പറഞ്ഞു വിടും. അവരുടെ കൂടെ നമ്മുടെ ഹീറോയിനും പോവും. അതേസമയം ഇവിടെ ഓഫീസറിന്റെ അടുത്ത് കാണിക്കുമ്പോൾ അവരുടെ ആ ഒരു കമ്പ്യൂട്ടറിൽ എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നു. എല്ലാവരും ഓടിച്ചെന്ന് എന്താണെന്ന് നോക്കുമ്പോഴത്തേക്കാണ് 2 മണിക്കൂറിന് മുന്നേ ഇവർ കണ്ടുപിടിച്ചു വെച്ചിരുന്ന ആ ഒരു മലയുടെ ഡേറ്റ ഉണ്ടല്ലോ അത് അനലൈസ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ആ ഒരു ഡേറ്റ തന്നെ ഇപ്പൊ മാറിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 2 മണിക്കൂറിന് ശേഷം ഈ ഒരു മലയ്ക്ക് എന്തോ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു ഭൂചലനം ഉണ്ടായി കഴിഞ്ഞാലേ ഈ ഒരു മല തകർന്നു വീഴാൻ പോകുന്നത് പാലത്തിനടുത്തേക്കല്ല, അടുത്തുള്ള ആ ഒരു നഗരത്തിലേക്കാണ്. അങ്ങനെ ആ ഒരു നഗരത്തിൽ വല്ല ഈ ഒരു മല തകർന്ന് വീണ് കഴിഞ്ഞാല് 30 ബില്യൺ ടൺ മണല് അതായിരിക്കും ആ ഒരു നഗരത്തിന് മുകളിലൂടെ വീഴാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു മൊത്തം നഗരവും ഇല്ലാണ്ടാവും. അങ്ങനെ ഈ ഒരു കാര്യം പ്രസിഡന്റ് മനസ്സിലാക്കുന്നതും ചൈനീസ് റെസ്ക്യൂ ടീം ഉണ്ടല്ലോ അവരെല്ലാവരെയും ഈ ഒരു നഗരത്തിലേക്ക് പറഞ്ഞു വിട്ട് അവിടെയുള്ള എല്ലാ ജനങ്ങളെയും അവിടെ നിന്ന് മാറ്റുകയാണ്. അങ്ങനെ സ്പീക്കറും വലിയ അലാറവും ഇതെല്ലാം വെച്ചുകൊണ്ട് അവിടെയുള്ള ജനങ്ങളെ എല്ലാം അവിടെ നിന്ന് ഇങ്ങനെ ഒഴിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുമല്ലാതെ എല്ലാവരും പേടിച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് അവിടെ നിന്ന് ഓടുമ്പോഴത്തേക്കും റോഡിൽ മുഴുവനും കൂട്ടമായിട്ട് അവിടെയും വലിയൊരു ബഹളാവുന്നു. അതുമല്ലാതെ ഈ ഒരു ടണലിൽ ജോലി ചെയ്യുന്ന പാതി ആളുകളെയും നാട്ടിലേക്ക് പറഞ്ഞു വിട്ട് അവിടെയുള്ള ആളുകളെ പറഞ്ഞു വിടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇങ്ങനെ വിടുന്നുണ്ട്. അപ്പൊ ഈ ഒരു കാര്യങ്ങളെല്ലാം പെട്ടെന്ന് ഇങ്ങനെ നടക്കുന്നത്. അങ്ങനെ ഒരു വിധത്തിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കാണ് അടുത്തൊരു പ്രശ്നം. വേറെ ഒന്നുമല്ല, ഒരു കൊടുങ്കാറ്റ് വീശിയടിക്കാൻ പോകുന്നു. അത് ഈ ഒരു നഗരത്തില്. അങ്ങനെ ഇവിടെ ഗുഹയ്ക്കകത്ത് കാണിക്കുമ്പോൾ ഹീറോ അവിടെ ഇരുന്ന് തന്നെ എല്ലാവരും നല്ല ഉറക്കമായി. കുറച്ച് കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് നോക്കുമ്പോൾ ഹീറോയുടെ അച്ഛനെ കാണാനില്ല. ഇവിടെയെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കി വരുമ്പോഴത്തേക്കാണ് അവിടെ ഷൂവ്, വാച്ച്, അയാളുടെ ഡ്രസ്സ് ഇതെല്ലാം ഊരി വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഹീറോയുടെ അച്ഛൻ വഴി കണ്ടുപിടിക്കാൻ വേണ്ടി വെള്ളത്തിലേക്ക് എടുത്ത് ചാടിയത് ഹീറോയ്ക്ക് മനസ്സിലായി. വേറെ വഴിയില്ലാതെ നമ്മുടെ ഹീറോയും തന്റെ പേടിയെല്ലാം മാറ്റി വെച്ച് നേരെ വെള്ളത്തിലേക്ക് എടുത്ത് ചാടുന്നതും കുറച്ച് അടിയിലേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് ഹീറോയുടെ അച്ഛൻ അവിടെ ശ്വാസമില്ലാത്ത രീതിയിൽ അനങ്ങാതെ ഇങ്ങനെ നിൽക്കുന്നു. ഇത് കാണുന്നതും ഹീറോ പൊക്കിയെടുത്ത് അവന്റെ അച്ഛനെ കൊണ്ട് വെളിയിലേക്ക് വരുമ്പോൾ ഇവര് രണ്ടുപേരും വരുന്നത് ഈ ഒരു മലയുടെ വെളിയിലേക്കാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും ഇതിന് മുകളിലോട്ട് പോയ ഒരു ഹെലികോപ്റ്റർ ഇവരെ രണ്ടുപേരും കാണുന്നതും അവിടേക്ക് ആളുകളെ പറഞ്ഞു വിടുന്നു. അതുകൊണ്ട് തന്നെ അവിടേക്ക് 1-2 റെസ്ക്യൂ ടീമും വന്നിട്ട് ഈ ഒരു മലയുടെ ഉള്ളിൽ പെട്ട് കിടന്ന എല്ലാവരെയും ആ ഒരു വഴിയെ തന്നെ വെളിയിലേക്ക് കൊണ്ടുവരികയാണ്. അതുമല്ല നമ്മുടെ ഹീറോ രക്ഷപ്പെട്ടെന്നുള്ള ആ ഒരു കാര്യം ഹീറോയിനും ഇപ്പം മനസ്സിലാക്കുന്നതും അവൾക്ക് നല്ല സന്തോഷമായി. പക്ഷെ ഇവിടെ ഈ ഒരു സന്തോഷമാണെങ്കിൽ മറ്റൊരിടത്ത് പ്രശ്നം കൂടുതലും വഷളായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ ഒരു നാട്ടിലെ ജനങ്ങളെല്ലാം ഇവിടുന്ന് രക്ഷപ്പെട്ട് പോകുന്നതിന് മുന്നേ തന്നെ ഈ ഒരു ഭൂചലനം ഉണ്ടാവുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. അങ്ങനെ വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ കോടിക്കണക്കിന് ആളുകളായിരിക്കും മരിക്കാൻ പോകുന്നത്. ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇവിടെയുള്ള ഈ ഒരു ഓഫീസർമാരിലെ വേറൊരുത്തനുണ്ട്. അവൻ പെട്ടെന്ന് ഇവരോട് പറയും, ഇനി നമുക്ക് വേറെ വഴിയില്ല, നമ്മൾ ചെയ്യുന്ന ഈ ഒരു ടണലില്ലേ അതങ്ങ് തകർക്കാന്ന് പറയുമ്പോൾ രണ്ടുപേരും ഓടി വന്ന് അവന്റെ ഷർട്ടിൽ പിടിച്ചിട്ട് നീ എന്താടാ ഈ പറയുന്നത് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കാണ് കറക്റ്റ് ലോജിക്കായിട്ട് ഒരു കാര്യം അവൻ ഇപ്പോൾ പറയുന്നത്. ഈ ഒരു ഭൂചലനത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരു വൈബ്രേഷൻ ഈ ഒരു ടണലിന്റെ ആഴത്തിൽ നിന്നാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഒരു ടണൽ തകർത്തു കഴിഞ്ഞാൽ ഭൂചലനം സംഭവിച്ചാലും ആ ഒരു മല ജനങ്ങളുള്ള ആ ഒരു നഗരത്തിലേക്ക് ഒരിക്കലും പോകത്തില്ല. മല ഈ ഒരു വശത്തേക്ക് മറിഞ്ഞ് ജനങ്ങളെല്ലാവരും രക്ഷപ്പെടും. ഇപ്പൊ നമുക്ക് ഈ ഒരു ടണലിനെക്കാട്ടി പ്രധാനം ജനങ്ങളുടെ ജീവനാണ്. പക്ഷെ ഇവിടെയുള്ള ആളുകൾക്ക് ആർക്കും അത് ചെയ്യാനായിട്ട് താല്പര്യമില്ല. കാരണം കഴിഞ്ഞ 10 വർഷമായിട്ട് അവർ ഈ ഒരു ടണൽ ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ടാണ് ജോലി ചെയ്യുന്നത്. അതുപോലെ കോടിക്കണക്കിന് പണം അവർ ചെലവാക്കിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് അവർക്ക് സമ്മതിക്കാൻ കഴിയത്തില്ല. എന്നിരുന്നാലും ഇപ്പോൾ മറ്റുള്ള ജനങ്ങളുടെ ജീവനാണ് പ്രധാനം. അതുകൊണ്ട് ഈ ഒരു ടണൽ തകർക്കാൻ വേണ്ടി ഇവർ സമ്മതിക്കുകയും ചെയ്യുന്നു. അങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും ഇപ്പോൾ ഹെലികോപ്റ്റർ എല്ലാം
ആ ഒരു തുരങ്കമുണ്ടല്ലോ അവിടെ ബോംബ് വയ്ക്കാനായിട്ട് ഇങ്ങനെ പോവാണ്. അതേസമയം ഈ മലയുടെ മുകളിൽ നിന്നും ഒരുപാട് പാറകൾ താഴേക്ക് വീഴുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഹീറോയെ രക്ഷിച്ചത് കൊണ്ട് തന്നെ ഹീറോയിനും ടീമും ഇപ്പോൾ അവിടെ നിന്ന് തിരിച്ചു പോകുന്ന സമയത്ത് ഈ ഒരു മലയുടെ മുകളിൽ നിന്നും കുറെ ചെറിയ കുട്ടികൾ ഇങ്ങനെ ഇറങ്ങി വരുന്നു. ഇവരെങ്ങനെ ഇവിടെ വന്നു എന്നറിയത്തില്ല. എന്നിരുന്നാലും ഇപ്പൊ ഇവരെ രക്ഷിച്ചേ പറ്റൂ. അതുകൊണ്ട് ഹീറോയിൻ ഇവരെല്ലാവരെയും കൂട്ടി ഒരു മലയുടെ മറ്റൊരു വശത്ത് വലിയൊരു ഗുഹയുണ്ട്, അതിനടുത്ത് ഇങ്ങനെ പോവാണ്. അതേസമയം ഇവിടെ ഹീറോയെ രക്ഷപ്പെടുത്തി ആ ഒരു ഹെലികോപ്റ്ററിൽ കൊണ്ടുപോവാണ്. ആ ഒരു സമയത്ത് ഹീറോ എന്താ ചെയ്യുന്ന വെച്ചാൽ ആ ഒരു ഹെഡ്ഫോൺ എടുത്ത് ചെവിയിലേക്ക് വെച്ച് ഈ ഒരു ഓഫീസറിനെ ടീമിനെ കണക്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുന്നു. പക്ഷെ അവരാണെങ്കിലോ ഈ ഒരു തുരങ്കം തകർക്കാൻ വേണ്ടി അവിടേക്ക് ബോംബ് കൊണ്ടുവന്ന് ഇങ്ങനെ നിൽക്കാണ്. പക്ഷെ ആ ഒരു തുരങ്കത്തിൽ ജോലി ചെയ്യുന്ന മറ്റുള്ള ആൾക്കാരുണ്ടല്ലോ അവരൊരിക്കലും ഇത് തകർക്കാനായിട്ട് സമ്മതിക്കുന്നില്ല. വേറെ ഒന്നുമല്ല, ഇവർ 10 വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇവരുടെ കുടുംബം കഴിഞ്ഞു പോകുന്നത് ഇവിടെ ജോലി ചെയ്തിട്ടാണ്. അപ്പൊ ഈ ഒരു സ്ഥലം തകർത്തു കഴിഞ്ഞാൽ ഇവർക്ക് ജോലി ചെയ്യാൻ വേറെ സ്ഥലമില്ല. അതുകൊണ്ടാണ് അവരത് സമ്മതിക്കാതെ നിൽക്കുന്നത്. പക്ഷേ നമ്മുടെ ആ ഒരു ഓഫീസർ പെട്ടെന്ന് ഈ ഒരു തുരങ്കത്തിനും കാട്ടി വലുത് അത്രയും കൂടി ജനങ്ങളുടെ ജീവനാണ് എന്നുള്ള രീതിയിൽ മൈക്കെല്ലാം വെച്ച് നല്ലൊരു സ്പീച്ച് തന്നെ അവിടെ നടത്തി എല്ലാവരുടെ മനസ്സ് മാറ്റി അതിന് സമ്മതിക്കുകയും ചെയ്യുന്നു. അതുപോലെ ഇനി ഇവർക്ക് ബോംബ് വെക്കേണ്ട ആ ഒരു സ്ഥലം വേറെ ഒന്നുമല്ല. ഹീറോ ആ ഒരു മലയുടെ വശത്ത് തൂങ്ങിക്കിടന്നപ്പോൾ എതിർവശത്തൊരു മലയിൽ വലിയൊരു ഹോള് കണ്ടിരുന്നല്ലോ, അതിനകത്താണ്. അങ്ങനെ ഇവരായാലും ഹെലികോപ്റ്ററിൽ നേരെ അവിടേക്ക് വന്നിട്ട് അവിടെ നിന്നും വലിയൊരു ആങ്കർ ഗണ്ണുണ്ട്, അത് വെച്ച് ഇങ്ങനെ അടിക്കുമ്പോഴത്തേക്കും ഇത് നേരെ ആ ഒരു മലയുടെ ഉള്ളിലേക്ക് പോയിട്ട് തറച്ചിങ്ങനെ ഇരിക്കും. ആ ഒരു സമയത്ത് തന്നെ ഹെലികോപ്റ്ററിൽ നിന്ന് ഒരുത്തൻ ആ ഒരു കയറ് വഴി തൂങ്ങി ഈ ഒരു മലയിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുമ്പോൾ അവിടെ കൊത്തിയിരുന്ന ആ ഒരു ആങ്കർ അത് പെട്ടെന്ന് ഊരി ഇവൻ നേരെ ആ ഒരു മലയുടെ പാറയിലേക്ക് വന്ന് ഇടിച്ചിട്ട് ബോധമില്ലാതെ ഇങ്ങനെ കിടക്കാണ്. അങ്ങനെ അവനെ വലിച്ച് ഒരു വിധത്തിൽ ഹെലികോപ്റ്ററിലേക്ക് കയറ്റിയിട്ട് അവനെയും കൊണ്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും ആ ഒരു മലയുടെ ഇവർ ആങ്കർ വിട്ട ആ ഒരു ഭാഗം ഉണ്ടല്ലോ അവിടുത്തെ പാറയെല്ലാം വളരെ സോഫ്റ്റ് ആയതുകൊണ്ട് അധിക നേരം തറച്ചു നിൽക്കത്തില്ല, പെട്ടെന്ന് അത് ഊരിപ്പോവും. ഇനിയിപ്പോ എങ്ങനെ അവിടെ ബോംബ് കൊണ്ടുവയ്ക്കും എന്നുള്ള രീതിയിൽ ഇവരെല്ലാം സംസാരിക്കുമ്പോഴത്തേക്കാണ് ഈ ഒരു കാര്യം മനസ്സിലാക്കി നമ്മുടെ ഹീറോ പറയും, എന്നെ ആ ഒരു മലയുടെ വശത്തേക്ക് തന്നെ ഇറക്കി വിട്, എനിക്ക് ക്ലൈംബിങ് നല്ലതുപോലെ അറിയാവുന്നത് കൊണ്ട് ഞാൻ അതിൽ പിടിച്ച് മുകളിലേക്ക് കയറാം, അങ്ങനെയാണെങ്കിൽ എനിക്ക് അതിനകത്ത് ആ ഒരു ബോംബ് വയ്ക്കാൻ കഴിയും എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ഇത്രയും നല്ല രീതിയിൽ കാറ്റെല്ലാം വീശി മഴയെല്ലാം പെയ്യുന്നുണ്ട്. ഇതിനിടയിൽ ആ ഒരു മലയുടെ മുകളിലേക്ക് വലിഞ്ഞു പിടിച്ച് കയറുക എന്നുള്ളത് വളരെ പാടുള്ളൊരു കാര്യമാണ്. അതിനുവേണ്ടി നമ്മുടെ ഹീറോ ഷൂസും കാര്യങ്ങളൊക്കെ എടുത്ത് ഇടുന്ന സമയത്താണ് ഇപ്പോൾ ഹീറോയുടെ അച്ഛനായാലും അവന്റെ കാല് പിടിച്ചിങ്ങനെ ഷൂസെല്ലാം ഇട്ട് കൊടുക്കുന്നു. കാരണം അവൻ ചെയ്യാൻ പോകുന്ന കാര്യം എത്രത്തോളം വലുതാണെന്ന് അവന്റെ അച്ഛനറിയാം. ആ ഒരു സമയത്താണ് നമ്മുടെ ഹീറോ അവന്റെ അച്ഛനെയും മനസ്സിലാക്കുന്നത്. അങ്ങനെ രണ്ടുപേരും കെട്ടിപ്പിടിച്ചിട്ട് തന്റെ മകനോട് കുറച്ച് മോട്ടിവേഷൻ എല്ലാം കൊടുത്ത് ഹീറോ ഇപ്പോൾ അവിടേക്ക് ഇറങ്ങാൻ പോവാണ്. അതേസമയം ഇവിടെ നമ്മുടെ ഹീറോയിനെ കാണിക്കുമ്പോൾ അവൾ രക്ഷപ്പെടുത്തി എല്ലാ കുട്ടികളെയും ഒരു ഗുഹയുടെ വശത്തേക്ക് കൊണ്ടുവന്നല്ലോ. അവരെല്ലാവരും പേടിച്ചിരിക്കുമ്പോൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവരെല്ലാവരെയും സമാധാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഹീറോ ആയാലും ഈ ഒരു ഹെലികോപ്റ്ററിൽ നിന്നും ഒരു കയർ പിടിച്ചിട്ട് ഒരു ഒറ്റ ചാട്ടം ചാടി വന്ന ആ ഒരു മലയിലേക്ക് പിടിക്കുന്ന സമയത്ത് അവൻ കയ്യിൽ കുറച്ച് കയർ കൊണ്ടുവരുന്നു. പക്ഷെ അത് പിടിവിട്ട് നേരെ താഴേക്ക് പോയി. അതുകൊണ്ട് ഇനി വെറും കൈ കൊണ്ട് പിടിച്ചു വേണം മുകളിലേക്ക് കയറാനായിട്ട്. അത് നടക്കുന്ന കാര്യമാണെന്ന് അറിയത്തില്ല. അങ്ങനെ ഹീറോ ആയാലും പതിയെ ആ ഒരു കല്ലുകളിലെല്ലാം പിടിച്ചിട്ട് മുകളിലേക്ക് കയറുമ്പോൾ ഒരു വശത്ത് നിന്ന് വെള്ളം വീഴുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് പിടിച്ച് ഇപ്പുറത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പാറയിൽ പിടിക്കണം. അങ്ങനെ അതിൽ പിടിക്കുമ്പോൾ പെട്ടെന്ന് ആ ഒരു പാറ ഊരി വീഴുന്നതും ഹീറോ താഴേക്ക് വീഴായിട്ട് പോകുമ്പോൾ പുറകിൽ നിന്നും ഒരു സപ്പോർട്ട്. തിരിഞ്ഞു നോക്കുമ്പോൾ അത് വേറെ ആരുമില്ല, ഹീറോയുടെ അച്ഛനാണ്. മോനെ, നിന്നെ കൊണ്ട് ഒരിക്കലും ഇത് ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് കഴിയത്തില്ല, എന്റെ സഹായം കൂടി നിനക്ക് വേണം, അതുകൊണ്ട് നീ കയറിപ്പോയിക്കോ, ഞാൻ സപ്പോർട്ടുണ്ടെന്നും പറഞ്ഞ് ഹീറോയെ ഇപ്പൊ തള്ളി മുകളിലേക്ക് കയറ്റുന്നു. അങ്ങനെ അതും പറഞ്ഞിട്ട് ഇപ്പൊ രണ്ടുപേരും ആ ഒരു ഗുഹയ്ക്കകത്തേക്ക് കയറാനായിട്ട് പതിയെ പതിയെ മുകളിലേക്ക് കയറാണ്. ഇവിടെ നമ്മുടെ ഓഫീസറാണെങ്കിലോ ആ ഒരു മലയുടെ അടുത്തേക്ക് ബോംബ് താൻ തന്നെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് ഹെലികോപ്റ്ററിൽ ഇങ്ങനെ കൊണ്ടുപോകുന്നു. ഇവിടെ ഇവര് രണ്ടുപേരും പതിയെ ഇതിന് മുകളിലേക്ക് പിടിച്ച് കയറുമ്പോഴത്തേക്കും ഒരിടത്ത് നിന്നിട്ട് ഹീറോയ്ക്ക് ഇപ്പൊ കൈ എത്തുന്നില്ല, കാരണം പിടിക്കാനായിട്ട് വേറെ സ്ഥലമൊന്നുമില്ല. അതുപോലെ പിടിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കുറച്ചുകൂടി മുകളിലേക്ക് ചാടി വേണം പിടിക്കാനായിട്ട്. പക്ഷെ അങ്ങനെ ചാടാനായിട്ടും ഹീറോയെ കൊണ്ട് കൈ എത്തത്തില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യുന്ന ആലോചിച്ചിങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഹീറോയുടെ അച്ഛൻ പറയുന്നത്, മോനെ, നീ എന്റെ മുതുകിൽ ചവിട്ടിക്കോ, നിനക്ക് സപ്പോർട്ട് തന്ന് ഞാൻ തള്ളിവിടാം, നീ ആ ഒരു പാറയിൽ പിടിച്ച് മുകളിലേക്ക് കയറിയാൽ മതി എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ഇവിടെ റിസ്ക് എന്താണെന്ന് വെച്ചാല് ഇതുപോലെ ഹീറോയുടെ അച്ഛൻ സപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ പിടിവിട്ട് ഹീറോയുടെ അച്ഛൻ നേരെ താഴേക്ക് പോകും, അയാൾ എന്തായാലും മരിക്കും. അപ്പോൾ ഹീറോ പറയും, ഇല്ല, അത് ഞാൻ ചെയ്യത്തില്ല എന്ന് പറയുമ്പോൾ അവന്റെ അച്ഛൻ പറയും, ഞാൻ എന്തായാലും ഒരു ആർമി ഓഫീസറാണ്, അതുപോലെ ഞാനിപ്പോൾ റിട്ടയർ ചെയ്തേക്കാണ്, അതുകൊണ്ട് ഈ ഒരു കാര്യം ചെയ്യുന്നതിൽ എനിക്ക് ഒരു കുഴപ്പമില്ല, സന്തോഷം മാത്രമേ ഉള്ളൂ, കാരണം എന്റെ ജീവനെക്കാട്ടി വലുതാണ് അത്രയും ലക്ഷം ജനങ്ങളുടെ ജീവൻ, അതുകൊണ്ട് നീ ഇത് ചെയ്തേ പറ്റൂ, ഇതല്ലാതെ നമുക്ക് വേറെ വഴിയില്ല എന്ന് പറയുമ്പോൾ ഹീറോയ്ക്കായാലും അത് കഴിയത്തില്ല, തന്റെ അച്ഛൻ ഇങ്ങനെ മരിക്കുന്നത് കാണാൻ വേണ്ടി. എന്നിരുന്നാലും വേറെ വഴിയില്ലല്ലോ. അതേസമയം നമ്മുടെ ഓഫീസറാണെങ്കിലോ അവര് ഹെലികോപ്റ്ററിൽ വന്നിട്ട് ഈ ഒരു കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ ഹീറോ ആയാലും പറയുന്നുണ്ട്, അച്ഛൻ്റെ കൈ പിടിക്കും, ഞാൻ മുകളിലേക്ക് കൊണ്ടുവരാന്ന് പറയുമ്പോൾ ഇല്ല മോനെ, നീ എന്തായാലും എന്റെ ഷോൾഡറിൽ ചവിട്ടി മുകളിലേക്ക് പോ, ഇതല്ലാതെ വേറെ വഴിയില്ല എന്ന് പറയുന്നതും ഹീറോയ്ക്കും വേറെ വഴിയില്ലാതെ അവന്റെ അച്ഛന്റെ തോളിൽ ചവിട്ടുമ്പോഴത്തേക്കും അയാൾ അവനെ തള്ളി ഇങ്ങനെ വിട്ടുകൊടുക്കുന്നു. ഹീറോ മുകളിലേക്ക് ചെന്ന് ആ ഒരു പാറയിൽ പിടിക്കുമ്പോൾ ഹീറോയുടെ അച്ഛനാണെങ്കിലോ പിടി വിട്ട് നേരെ താഴേക്കും പോകുന്നുണ്ട്. അതുപോലെ തന്റെ മകനെ നോക്കി ഒരു സല്യൂട്ടും ചെയ്തിട്ടാണ് അയാൾ നേരെ താഴേക്ക് പോയിട്ട് ഹീറോയുടെ അച്ഛൻ മരിക്കുകയും ചെയ്യുന്നു.
അങ്ങനെ നമ്മുടെ ഓഫീസർ ഈ ഒരു കാര്യങ്ങളെല്ലാം കണ്ട് നല്ലതുപോലെ വിഷമിക്കുന്നുണ്ട്. അതേസമയം നമ്മുടെ ഹീറോ ആണെങ്കിലോ ഒരു വിധത്തിൽ ഈ ഒരു മലയുടെ മുകളിലേക്ക് പിടിച്ച് കയറി ആ ഒരു ഗുഹയ്ക്കകത്തേക്ക് ചെല്ലുന്നു. അപ്പോഴേക്ക് ഇവരാണെങ്കിലും ആ ഒരു ആങ്കർ കണ്ണു വെച്ചിട്ട് ആ ഒരു കയർ അങ്ങോട്ട് ഹീറോയുടെ അടുത്തേക്ക് അടിച്ചു വിട്ട് അത് കഴിഞ്ഞ് ഇവർ കൊണ്ടുവന്ന ആ ഒരു ബോംബുണ്ടല്ലോ അത് ഈ ഒരു കയറ് വഴി ഹീറോയുടെ അടുത്തേക്ക് ഇങ്ങനെ വിട്ടുകൊടുക്കാണ്. അപ്പോൾ ഹീറോ ആണെങ്കിൽ ആ ഒരു കയറൊരു അടുത്ത് കെട്ടിവെച്ചത് കൊണ്ട് തന്നെ ഇനി അത് അഴിഞ്ഞു പോകത്തില്ല. അങ്ങനെ ആ ഒരു ബോംബെല്ലാം ഉള്ളിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ ഓഫീസർ ആണെങ്കിലോ ഹീറോയിനെ വിളിച്ചിട്ട് നിന്നോട് ഒരാൾക്ക് സംസാരിക്കണമെന്നും പറഞ്ഞ് ആ ഒരു ഫോൺ മറ്റൊരു ബോംബിൽ വെച്ചിട്ട് ഹീറോയുടെ അടുത്തേക്ക് അയച്ചു വിടുന്നുണ്ട്. പക്ഷേ ഹീറോ ആണെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ ആ ഒരു ഫോണും വലിച്ചെറിഞ്ഞ് ആ ഒരു ബോംബ് ഇങ്ങനെ സെറ്റ് ചെയ്യാണ്. അങ്ങനെ ബോംബെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഓഫീസർ പറയും ശരി തിരിച്ചു വരാൻ പറയുമ്പോൾ ഹീറോ ആ ഒരു കയറിന്റെ കെട്ടം കഴിച്ചു വിടും. എന്നിട്ട് ഹീറോ അവിടെ തന്നെ കിടക്കാണ്. എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് ഇതുപോലെ തന്റെ അച്ഛൻ മരിച്ചതുകൊണ്ട് ഇനി തനിക്കും ജീവിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഹീറോ വരാതെ അവിടെ തന്നെ ഇങ്ങനെ കിടക്കുന്നു. അതേസമയം ഈ ഒരു കയറിന്റെ കെട്ടഴിച്ചതുകൊണ്ട് ഹെലികോപ്റ്ററും നിയന്ത്രണമില്ലാതെ മറ്റൊരു വശത്തേക്ക് ഇങ്ങനെ പോവാണ്. അപ്പോൾ ഹീറോ എന്തായാലും മരിക്കുമല്ലോ. ആ ഒരു രീതിയിൽ അവനും മുകളിലേക്ക് നോക്കി ഇങ്ങനെ കിടക്കുന്നതും ഹീറോയിൻ ഇവിടെ ഇപ്പോൾ ആ ഒരു മേഡത്തിനെ വിളിക്കുന്നു. ഹലോ മേഡം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുമ്പോൾ ആ ഒരു ഫോണിൽ ശബ്ദം കേട്ട് ഹീറോ പെട്ടെന്ന് ഫോൺ എടുത്ത് ചെവിയിൽ വെക്കുമ്പോൾ ഹീറോയിൻ എന്നിട്ട് ഹീറോയ്ക്ക് ഇഷ്ടപ്പെടുന്നത് പോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഹീറോയിൻ അവനോട് ഇങ്ങനെ സംസാരിക്കും. നമുക്ക് ഒരുമിച്ച് ജീവിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതെല്ലാം കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയ്ക്ക് ജീവിക്കണം എന്നുള്ള ആ ഒരു തോന്നൽ വന്നിട്ട് ഇപ്പൊ അവൻ രക്ഷപ്പെടാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്നതും കറക്റ്റ് സമയത്ത് നമ്മുടെ ഓഫീസർ ഉണ്ടല്ലോ അവരവിടെ ഹെലികോപ്റ്ററും കൊണ്ടുവരികയാണ്. ഓക്കെ ഇതല്ലാതെ ഇനി വേറെ അവസരമില്ല എന്ന് പറഞ്ഞിട്ട് ഹീറോ അവിടെ നിന്ന് ഓടി വന്ന ഒരു ഒറ്റച്ചാട്ടം ചാടി ആ ഒരു ഹെലികോപ്റ്ററിൽ പിടിച്ച് മുകളിലേക്ക് കയറുന്നതും ഈ ഒരു ബോംബ് തകർന്ന് ആ ഒരു മല പൂർണ്ണമായിട്ടും തകർന്ന് മറ്റൊരു വശത്തേക്ക് അങ്ങ് വീഴാണ്. അതുകൊണ്ട് ഈ ഒരു നഗരത്തിനും വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ എല്ലാം ഒരു കുഴപ്പമില്ലാതെ കഴിഞ്ഞു. അപ്പൊ ഇതിന് ഏറ്റവും വലിയൊരു പങ്ക് വഹിച്ചത് നമ്മുടെ അപ്പൂപ്പനാണ്. അങ്ങനെ ആ ഒരു അപ്പൂപ്പന്റെ കല്ലറയുടെ അടുത്ത് ഒരു പൂച്ചെടി ഇങ്ങനെ വെക്കുന്നതായിട്ട് കാണിച്ച് ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുന്നു. അപ്പൊ അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയ്ക്കും ബൈ.